സച്ചി കൊണ്ടുപോയിട്ട് ആ നാരങ്ങ പൂജാമുറിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ആ നാരങ്ങയെ നോക്കിയിട്ട് ചെറിയൊരു ഭയത്തോട് കൂടിയിട്ടാണ് സുധിയും അതുപോലെ തന്നെ ചന്ദ്രയും നിൽക്കുന്നത്. അതേസമയം അടുക്കളയിൽ ഇങ്ങനെ സച്ചി ഇരിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, നിങ്ങൾ നല്ല ആള് തന്നെയാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് വെറ്റിലയിൽ മഷിയിട്ടിട്ട് നോക്കാം ഒരാളുടെ അടുത്ത് കൊണ്ടുപോകാം എന്നുള്ള കാര്യം പറഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ഇത്രയും പഠിച്ച ആളായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും പോകുന്നത് ശരിയല്ല എന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ തന്നെ പോയിട്ട് സ്വാമിയെ കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്റെ അടുത്ത് പറയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അറിയുന്ന നല്ലൊരാളുടെ അടുത്ത് കൊണ്ടുപോയില്ലായിരുന്നു എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. എനിക്ക് അറിയുന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ വയ്യാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പോയിട്ടാണ് കാണുക, അവർക്ക് ഇതിലൊക്കെ നല്ല ഇതൊക്കെയുള്ള ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. സച്ചേട്ടൻ പോയിട്ട് ആരുടെ മുമ്പിലും പറ്റിക്കപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് രേവതി എടുത്ത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ സച്ചേട്ട, നിങ്ങൾ ഏത് സ്വാമിയാ പോയി കണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പോയത് കണ്ടത് നല്ലൊരു സ്വാമിജിയെ തന്നെയാണ്. ഭയങ്കര ബുദ്ധിയും ഭയങ്കര ജ്ഞാനമൊക്കെ ഉള്ള ഒരാളാണ്. നന്നായിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും അയാളെ കാര്യങ്ങളാണ് പറയുക. ഓ ആണല്ലേ, അത് സ്വാമിയുടെ പേരെന്താ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് സച്ചി കുറച്ചു നേരം ബബ്ബ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം സച്ചിദാനന്ദ സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിദാനന്ദ സ്വാമിയോ, അത് ഏത് സ്വാമിയോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുകയാണ്. ഞാന് ഇതുവരെ അങ്ങനെ ഒരു പേര് കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതാ നിന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചിയെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആയുഷ്മാൻ ഭവ എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൊണ്ട് ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. രേവതിയെ പിടിച്ചിട്ട് അരികിലേക്ക് നിർത്തിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആശീർവാദമൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സച്ചിനൊന്ന് ചുമ്മാ ഇരുന്നേ, ഏത് സ്വാമിയെ പോയി കണ്ടത് കാര്യം പറ എന്നുള്ള കാര്യം രേവതി പറയുന്ന സമയത്ത് ഒരു സ്വാമിനെയും ഒന്നിനും ഞാൻ പോയി കണ്ടിട്ടില്ല. അപ്പൊ ആ നാരങ്ങ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് നമ്മുടെ അണ്ണാച്ചിക്കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇതിനെ സച്ചിയേട്ടൻ എല്ലാവരുടെ മുമ്പൊന്നും അത് ഭയങ്കര ശക്തിയുള്ളതാണ്, ജപിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അത് ചുമ്മാ ആ ഓടിപ്പോയനെ വന്ന് പേടിപ്പിക്കാനാ എന്ന് പറയണേ. അപ്പൊ നിങ്ങൾ കള്ളം പറഞ്ഞു അല്ലേ എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് കള്ളമല്ല, ഞാൻ കെണി വെക്കുകയാണ് ചെയ്തത്. അതിനകത്ത് ഉറപ്പായിട്ടും ആ ഓടിപ്പോയവനുണ്ടല്ലോ, ആ എലി വന്നിട്ട് കുരുങ്ങും, ഉറപ്പായിട്ടും അവനെ കഴുത്തിൽ നിന്ന് തന്നെ നോക്കി ഞാൻ വെട്ടും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് സച്ചേട്ട എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നടക്കില്ല, അവനെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ചെറുപ്പം മുതലേ അവന് ഈ പ്രേതം അതുപോലെ തന്നെ മന്ത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഇപ്പൊ തന്നെ അവിടെ പേടി തുടങ്ങിയിട്ടുണ്ടാവും. അവനായിട്ട് വന്ന് തന്നെ സത്യം പറയുകയും ചെയ്യും. നീ നോക്കിയിരുന്നോ രേവതി എന്നുള്ള കാര്യം കൂടി സച്ചി പറയുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഇതൊക്കെ വല്ലതും നടക്കുന്ന ഐഡിയ ആണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ചു നേരം. അതുപോലെ തന്നെ നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ പേടി തുടങ്ങിയിട്ടുണ്ട്. റൂമിൽ നിന്നിട്ട് ഭയങ്കര ചിന്തയാണ്. അപ്പോഴാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കുറച്ചു നേരം ചന്ദ്രമതി സുധിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്ര പറയുന്നത്, ഇപ്പൊ അടുത്താണ് എന്റെ കഴുത്ത് ശരിയായത്, ഇനി എന്റെ വായ കൂടെ കോടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടി പോകുന്നത്, എനിക്ക് ഈ ഗതി വന്നതിനും കാരണം നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. അത് കഴിഞ്ഞ് ചന്ദ്രമതി ആണെങ്കിൽ സുധിയെ നോക്കുന്ന സമയത്ത് സുധിയുടെ വായ ഒരു വശത്തേക്ക് കോടിയതുപോലെ തോന്നുവാണ്. എന്നാൽ സുധിക്കാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ വായ കോടിയതുപോലെയാണ് തോന്നുന്നത്. അയ്യോ സുധി, നിന്റെ വായക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയുടെ വായക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണെ. അല്ലടാ, നിന്റെ വായക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ല അമ്മ, എന്റെ വായക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണാടിയിലൊക്കെ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി റൂമിലേക്ക് കയറി വരുന്നത്. എന്ത് പറ്റി രണ്ടുപേർക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് നോക്ക് ശ്രുതി, അമ്മയുടെ വായ ഒരു വശത്തേക്ക് കോടിപ്പോയെന്ന് പറയുമ്പോൾ ഇല്ല ഇവന്റെയാണ് റെയിൽവേ പാളം പോലെ വളഞ്ഞ് കോടിങ്ങാട് കിടക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരുടെയും വായയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. ശ്രുതി പറഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും പരസ്പരം കണ്ണാടിയിലേക്ക് നോക്കുന്നത്. ഹാവു ഭാഗ്യം, നമുക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ആന്റി ഒന്നും സംഭവിക്കില്ല, ആന്റി ഭയപ്പെടാതെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ആന്റിയെ പറഞ്ഞു വിടുവാണേ. ചന്ദ്ര പുറത്ത് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം കേട്ടോ. അതല്ല ശ്രുതി, ആ നാരങ്ങ കണ്ടില്ലേ, അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഭയമുണ്ട്, ഇനിയിപ്പോ സച്ചി പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ വിശ്വസിക്കുകയാണോ ശ്രുതി? അല്ലെങ്കിലും അവൻ ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്നത് നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? എന്നിട്ടാണ് പിന്നെ സ്വാമിയെ പോയി കാണുന്നത്, ചുമ്മാ അവൻ നമ്പർ ഇറക്കുന്നതാണ് ആണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അതെ ശ്രുതി, എങ്ങനെയെങ്കിലും നിങ്ങളുടെ വായന്ന് തന്നെ സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടാതിരുന്നാൽ മാത്രം മതി എന്നുള്ള കാര്യം പറയുമ്പോൾ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എന്തോ എനിക്ക് നല്ല ഭയമുണ്ട്. ഈ ഭയമാണ് ശ്രുതി നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആരംഭം മുതലുള്ള നിന്റെ ഭയം അതാണ് നിന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും സച്ചി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ശ്രുതി ചിന്തിക്കേ വേണ്ട. നാളെ അറിയാൻ വേണ്ടി പറ്റും സച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്നുള്ള കാര്യം. എന്റെ വായിക്കൊന്നും സംഭവിക്കില്ലല്ലോ എന്നുള്ള കാര്യം ശ്രുതി വീണ്ടും ചോദിക്കുമ്പോൾ ഇല്ല, ഒന്നും സംഭവിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ്, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഇരുന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മൂഡൊന്നുമില്ല. ശ്രുതിയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും ശ്രുതി നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രുതി എങ്ങോട്ടും പോവല്ലേ, ശ്രുതി ഇങ്ങോട്ടും പോവല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുവാണ്. ശരി ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നുണ്ട് ശ്രുതി. അപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ റൂമിൽ ഭയങ്കര ചിന്തയാണ്. ശ്രീകാന്ത് പുറത്ത് തട്ടുന്ന സമയത്ത് വർഷ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്.
പെട്ടെന്ന് വന്നിട്ട് ശ്രീകാന്ത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ പേടിക്കില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല നീ എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് അതെ സച്ചിയേട്ടൻ ആ ലെമൺ അവിടെ കൊണ്ടുവച്ചത് മുതൽ എനിക്കെന്തോ ഭയങ്കര ഒരു പേടി പോലെ തോന്നുന്നു എന്നുള്ള കാര്യം പറയാണേ. അപ്പോ നിനക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടല്ലേ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഉണ്ട്. ഇതുപോലത്തെ പല കാര്യങ്ങളും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പണ്ട് എന്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന റെയിൽവേയിൽ കുറച്ച് പണം മിസ്സായിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആൾക്കാർ പോയിട്ട് ഒരു സ്വാമിജിയെ കാണുകയും അവരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, എന്നിട്ട് അവര് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പണം ഉണ്ട് എന്നുള്ള കാര്യം. ആ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ പണം ഉണ്ടായിരുന്നു. അതുപോലെ അത് മോഷ്ടിച്ച ആളെയും കൈയോടെ പൊക്കി എന്നുള്ള കാര്യം പറയാണേ. അപ്പോ നീ പറഞ്ഞു വരുന്നത് ഈ ലെമൺ ആരാണ് സ്വർണം മാറ്റിയത് അവരെ കണ്ടുപിടിക്കൂ എന്നുള്ള കാര്യത്തെ കുറിച്ചാണോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അത് ആ കൊടുത്തിരിക്കുന്ന ആളുടെ ശക്തി പോലെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് വർഷ അവിടുന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴേക്ക് ശ്രീകാന്തിന് ചെറുതായിട്ട് ഒരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ വർഷ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ രേവതി അവിടെ കാണുന്നത്. രേവതിയെ കണ്ട ഉടനെ തന്നെ രേവതി ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. എന്താ വർഷ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറ്റിയിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് വന്ന ഉടനെ തന്നെ വർഷ ചോദിക്കുന്നത് സച്ചേട്ടൻ ഏത് സ്വാമിയാണ് പോയി കണ്ടത്, അവര് ഭയങ്കര ശക്തിയുള്ള ആളാണോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുന്നത് പൊതുവെ സച്ചേട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോവാത്തതാണല്ലോ, ഇതെന്ത് പറ്റി ചേച്ചി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് രേവതി പോയിട്ട് ആദ്യം കഥക് ലോക്ക് ചെയ്യാണ്. അതിനുശേഷം പോയിട്ട് പറയുന്നുണ്ട് അവരുടെ അടുത്ത് സച്ചേട്ടൻ ഒരു സ്വാമിയെയും പോയി കണ്ടിട്ടില്ല എന്നുള്ള കാര്യം പറയണേ. പിന്നെ ആ ലെമൺ എന്തിനാ അവിടെ കൊണ്ടുവച്ചെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അത് പലചരക്ക് കടയിൽ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുപോയി വെച്ചാന്ന് പറയണേ. പിന്നെ എന്തിനാ സച്ചേട്ടൻ അതിൽ പവർ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്ന സമയത്ത് എന്റെ മേലെ സച്ചേട്ടന് സംശയം ഉണ്ടല്ലോ, അതിന്റെ പേരില് കള്ളം പറഞ്ഞു വെച്ചതാണെന്നുള്ള കാര്യം രേവതി പറയാണേ. ഓ അപ്പൊ സുധിയേട്ടൻ തന്നെ പേടിച്ചിട്ട് സത്യം പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലേ സച്ചേട്ടൻ അവിടെ വെച്ചതെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതെ ശ്രീകാന്ത്. തുടർന്ന് വർഷ പറയുന്നുണ്ട് ഈ ഐഡിയ സൂപ്പറാണ്, എല്ലാവർക്ക് അവരുടെ ഭയം അവരെ തന്നെ കെണിയിൽ കൊണ്ടുപോയി ചാടിക്കും. ഉറപ്പായിട്ടും സുധിയേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് പിടിക്കപ്പെടുമോ എന്നുള്ള കാര്യമാണ് വർഷ പറയുന്നത്. എന്തായാലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ, സച്ചേട്ടൻ അങ്ങനെ പറയുന്നത്. നമുക്ക് നോക്കാം എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അർജന്റായിട്ട് ഒരു ഡബിങ് വന്നിട്ടുണ്ട്. എന്തായാലും രവി ചേച്ചി എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോൾ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ വർഷ. നോക്കാം നമുക്ക് എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം. എന്തായാലും ചെറുതായിട്ടൊരു ഭയം തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് തോന്നുന്നത്. ഇതുവരെ അവർ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. നോക്കാം എന്തൊക്കെയാ നടക്കുന്നത് എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് രാത്രിയാണ് കാണിക്കുന്നത്. ശ്രുതി നല്ല ഉറക്കാണ്, പക്ഷെ ശ്രുതിക്ക് എങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കുറച്ചുനേരം അങ്ങോട്ടും കൂടെ ഒക്കെ നടന്ന് ഇരിക്കുമ്പോ ഒന്ന് ഉറങ്ങി പോകുന്നുണ്ട്. ഉറങ്ങുമ്പോഴും സ്വപ്നത്തിലും ഈ ഒരു നാരങ്ങ തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. ദൈവമേ എനിക്ക് ഉറക്കത്തിലും ഈ ഒരു കാര്യം തന്നെയാണല്ലോ വരുന്നത്. രാവിലെ ആവുമ്പോഴേക്കും എന്റെ വായ എങ്ങാനും കോടി പോവോ, ഇല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ നോക്കിയിട്ട് അയ്യോ അങ്ങനെ ആയ പോലെയൊക്കെയാണല്ലോ എനിക്ക് തോന്നുന്നതൊക്കെ കണ്ണാടി നോക്കി പറയുന്നുണ്ട്. അങ്ങനെ ഉറങ്ങുന്ന ശ്രുതിയെ ഉണർത്തിക്കൊണ്ട് ശ്രുതി എന്റെ വായിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യം നോക്കുക എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ശ്രുതി എന്നെ ഒന്ന് ഉറങ്ങാൻ വേണ്ടി വിട്. 3-4 തവണയായിട്ട് എന്നെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നാളെ 2 ക്ലയൻസിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകാനുണ്ട്. ദയവ് ചെയ്തിട്ട് എന്നെ ഒന്ന് ഉറക്കാൻ വേണ്ടി വിട് എന്നുള്ള കാര്യം പറയാണ്. ശ്രുതി എന്റെ വായ രാവിലെ ആകുമ്പോഴേക്കും കോടി പോവോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സ്വർണ്ണം എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു. നിന്റെ അനിയൻ എന്തോ ലൂസ് പോലെ ഓരോ കാര്യങ്ങൾ പറയുന്നു, നീയാണെങ്കിൽ അതിനനുസരിച്ച് പേടിച്ച് നിൽക്കുന്നു. നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? നീ ഇങ്ങനെ ഭയന്നിട്ട് കാര്യങ്ങൾ പുറത്ത് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ആ ലെമൺ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ നീ തന്നെ പോയിട്ട് അവന്റെ അടുത്ത് പറയുമല്ലോ. ശ്രുതിക്ക് ഇനിയും പേടി തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ശ്രുതി പോയിട്ട് അവന്റെ അടുത്ത് സത്യം പറഞ്ഞേക്ക്. അതല്ല ശ്രുതി എനിക്ക് എന്തോ പേടി തോന്നുന്നുണ്ട്, നീ ഒരു തവണയും കൂടി എന്റെ മുഖം നോക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ അതല്ലേ ശ്രുതി ഞാൻ പറഞ്ഞത്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ഇനി വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് കണ്ണാടിയിൽ നോക്ക്. ഇനി ഒരു തവണയും കൂടി എന്നെ എഴുന്നേൽപ്പിച്ചാലുണ്ടല്ലോ നിന്റെ വായ കൊടാൻ വേണ്ടിയിട്ട് ആ നാരങ്ങയുടെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ ഇടിച്ച് നിന്റെ വായ ഒരു ഭാഗത്തേക്ക് കോടിക്കുന്നുള്ള കാര്യം പറയാണേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് കിടന്നുറങ്ങുവാണ്. ഇനിയും ശ്രുതിയെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇടി കിട്ടുന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചു നേരമൊക്കെ റൂമിൽ നടന്ന് അത് കഴിഞ്ഞിട്ട് പുറത്ത് ആ പൂജാമുറിയിൽ പോയിട്ട് ആ നാരങ്ങ നോക്കുവാണ് കേട്ടോ. നാരങ്ങ ശ്രുതി നോക്കുമ്പോൾ അതിന്റെ പുറകുന്നുണ്ട് ചന്ദ്രമതിയും നോക്കുന്നത്. നാരങ്ങ നോക്കിക്കൊണ്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ തൊടുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പേടിച്ചു പോവാണ് കേട്ടോ. കാരണം ചന്ദ്രയാണ് വന്ന് തൊടുന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയില്ലല്ലോ. പുറകുന്ന ആരോ പിടിച്ചതാണെന്ന് വിചാരിച്ച് രണ്ടുപേരും നിലവിളിച്ചും കൊണ്ട് പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. എടാ നിന്റെ ശബ്ദം കേട്ടിട്ട് ആ സച്ചിൻ രേവതി എണീറ്റ് വരുന്നുള്ള കാര്യം തോന്നുന്നെന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ എന്നെ ഭയപ്പെടുത്തുന്നത്, അവരെന്തായാലും ടെറസിൽ പോയിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്, എനിക്കാണ് ഉറക്കമില്ലാത്തത്. അതുപോലെ തന്നെയാടാ എന്റെ അവസ്ഥ, എനിക്ക് ഉറക്കം വരുന്നില്ല, നീ എന്റെ മുഖം നോക്കടാ വല്ലതും കോടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ നല്ലപോലെ തന്നെ ഉണ്ട്. അമ്മ എന്റെ ഒന്ന് നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ലടാ നല്ലപോലെ ഉണ്ടെന്ന് പറയണേ. എന്താണെന്നറിയില്ല അമ്മ എനിക്ക് ഇവിടെയൊക്കെ വേദനിക്കുന്നുണ്ടെന്ന് പറയണേ, കവിളുടെ അവിടെയൊക്കെ തൊട്ടിട്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും വേദന അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാത്തിനും നിന്നെ പറഞ്ഞാൽ മതി,
നീ പോയിട്ട് കാശ് തൊലച്ചോണ്ട് വന്നിട്ട് ഞാനും പെടാപ്പാട് പാടുകയാണെന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ എനിക്ക് ഭയം തോന്നുന്നുണ്ട്. രാവിലെ ഇനിയിപ്പോ സച്ചി പറഞ്ഞതുപോലെ എങ്ങാനും വായ കോടിപ്പോയാലോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കും പേടിയാവുന്നുണ്ട്. അമ്മ ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല, മുഖം കോടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സൗന്ദര്യം മൊത്തം പോകുന്നുള്ള കാര്യം പറയുമ്പോൾ ആഹാ അപ്പൊ എന്റെ മുഖം കോടി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഭംഗിയായിരിക്കും എന്നാണോ നീ വിചാരിക്കുന്നത്? ഞാനും ആ ഭയത്തിലുള്ള എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും അമ്മ ഒന്നെങ്കിൽ നമ്മൾ ആ നാരങ്ങ കാരണം എന്തെങ്കിലും സംഭവിക്കും നമുക്ക്, അല്ലെങ്കിൽ ഭയന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. അമ്മ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് സത്യം പറഞ്ഞാലോ എന്നുള്ള കാര്യം സുധി ചോദിക്കുന്നുണ്ട്. കാരണം സുധിയുടെ ഭയം അത്രയ്ക്കുണ്ട്. എങ്ങാനും മുഖങ്ങാനും കോടി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് തീർന്നില്ല എല്ലാം എന്ന് വിചാരിച്ചിട്ടാണ് സുധി സത്യം പറയാന്ന് പറഞ്ഞത്. പക്ഷെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്? അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടി ഇവിടുന്ന് പെട്ടിയും കിടക്കെ എടുക്കുന്നത് പോകേണ്ടി വരും. എന്തായാലും നമുക്കാണ് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തത്. ഞാൻ ബാമയെ വിളിച്ച് നോക്കട്ടെ. അവർക്ക് ഈ സ്വാമി ജോത്സൻ എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ നന്നായിട്ട് അറിയാം. അവളെ വിളിച്ചിട്ട് ഞാൻ ഐഡി ചോദിച്ചു നോക്കട്ടെ. ഇത് തന്നെ നമ്മുടെ ബാമയെ വിളിച്ചുകൊണ്ടിടത്താണ് കേട്ടോ. ചന്ദ്ര എന്തിനായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നത് എന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ടാണ് ബാമ ഫോൺ എടുക്കുന്നത്. ചന്ദ്രമതി എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനൊരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറയണേ. എന്ത് പറ്റി ചന്ദ്ര? വീട്ടില് ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, ഞാന് ഓരോ നിമിഷം ഭയന്നിട്ടാണ് നിൽക്കുന്നത്. ചന്ദ്രയെ നീ തെളിച്ച് കാര്യം പറ മനസ്സിലാവുന്ന രീതിയിൽ. സുധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രേവതിയുടെ സ്വർണ്ണം എടുത്ത് കൊടുത്തത്. ഇപ്പൊ ആ കാരണത്താല് എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു ഭയം വരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അതെന്താ ചന്ദ്ര ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാ? ഈ സച്ചി ഏതോ ഒരു സ്വാമിയെ പോയി കണ്ടിട്ട് ഒരു നാരങ്ങ ജപിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട്. അതിനെന്തോ വലിയ ശക്തി ഉണ്ടായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ആരാണ് സ്വർണ്ണം എടുത്ത് മാറ്റിയത് അവരുടെ വായ കോടി പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് ചന്ദ്ര. അത് കേട്ടോടനെ തന്നെ കിടക്കുന്നിടന്ന് ബാമ പെട്ടെന്ന് എണീക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിന്റെ വായിക്ക് ഓടിപ്പോയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഭയത്തിലാണ് ഞാനുള്ളത്. ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇങ്ങനെയൊക്കെ നടക്കോ ബാമ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു സംശയം വേണ്ട, നടക്കും. എന്റെ അമ്മ എന്താ ബാമ നീ എന്നെ ഇത് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഞാൻ സത്യമാണ് ചന്ദ്രയെ പറയുന്നത്. ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ചന്ദ്രയെ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ മന്ത്രിച്ച സാധനങ്ങൾ വീട്ടിലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ റിയാക്ഷൻ നടക്കും. അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പഴം എടുത്ത് വലിച്ചെറിയട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചന്ദ്ര ചെയ്യണ്ട. പിന്നെ ആ പഴമെടുത്ത് എറിഞ്ഞാൽ നിന്റെ കൈ ഒരു പക്ഷത്തേക്ക് ചിലപ്പോൾ കോടിന്ന് വരും. അയ്യോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കും സുധിക്കും ഉറക്കം പോലും വരുന്നില്ല. ഭയന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോ എന്താ ഞങ്ങൾ ചെയ്യാന്നുള്ള കാര്യമൊക്കെ ബാമയുടെ അടുത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ശരി എന്തായാലും നീ ഭയപ്പെടുന്നു വേണ്ട. എനിക്കറിയുന്ന ഒരു സ്വാമിയാരുണ്ട്, അവരെ പോയിട്ട് നമുക്ക് കാണാം എന്നുള്ള കാര്യം പറയണേ രാവിലെ. എന്തായാലും രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോര്. അവർക്ക് മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ ഓൾറെഡി സച്ചി ഇവിടെ ഒരു നാരങ്ങ മന്ത്രിച്ച് കൊണ്ടേ വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് ഒരു മന്ത്രത്തെ മറ്റൊരു മന്ത്രം കൊണ്ട് മാത്രമേ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും നമുക്ക് പോയിട്ട് ആ സ്വാമിയെ കാണാം എന്നുള്ള കാര്യം പറയണേ. അതിനു മുമ്പ് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ 24 മണിക്കൂറിന് ഇനിയും സമയമുണ്ടല്ലോ. എന്തായാലും രാവിലെ തന്നെ നീ വാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ബാമ ഫോൺ വെക്കുകയാണേ. അങ്ങനെ രണ്ടുപേരും ഒരു വിധത്തിൽ പോയി കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി എണീച്ച് നോക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ശ്രുതി നീ എന്താ ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്? സമയം അതിന് മാത്രം ആയോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. സമയം 6 മണിയല്ലേ ആയുള്ളൂ. ഇത്ര നേരത്തെ ശ്രുതി എവിടെ പോകുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആമാന്റിന്റെ കൂടെ ഒരു സ്വാമിയെ എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സ്വാമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വെറുതെ ചീത്ത വിളിക്കും, ഇവളടുത്ത് കാര്യം പറയണ്ടെന്ന് പറയണേ. എന്തോ ബാമാന്റിന്റെ കാര്യം പറഞ്ഞു വന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ ബാമാന്റിന്റെ കൂടെ ഏതോ ഫംഗ്ഷന് പോവാണ്. അതിന് അമ്മ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്കൊരു ക്ലൈന്റിനെ കാണാൻ വേണ്ടി പോകാനുണ്ടെന്ന് പറയാണ്. ആന്റി എന്തിനാ ഇത്ര നേരത്തെ ബാമാന്റിന്റെ കൂടെ ഫംഗ്ഷനൊക്കെ പോകുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാൽ സുധി ഒരു കാര്യം ചെയ്യും, ഞാൻ വേഗം ഫ്രഷപ്പ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട ഞാൻ വേറെ റൂട്ടാ പോകുന്നത്, നീ ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോന്നൊക്കെ പറയാണ് ശ്രുതിയുടെ അടുത്ത്. അതേസമയം ചന്ദ്രയാണെങ്കിൽ പുറപ്പെടുകയാണല്ലോ റെഡി ആവാൻ വേണ്ടിയിട്ട്. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് രവി കാണുന്നുണ്ട്. അല്ല ചന്ദ്ര നീ എങ്ങോട്ടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരിടം വരെ പോകാനുണ്ട്. രവതി ഞാൻ വെള്ളം ചോദിച്ചല്ലോ കൊണ്ടുപോയി എന്നുള്ള കാര്യം പറയുമ്പോൾ അതാ അമ്മ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് വെള്ളം കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് സച്ചിയാണെങ്കിൽ എഴുന്നേറ്റ് ഇങ്ങനെ പായൊക്കെ പിടിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോ അമ്മ പോകുന്നത് കാണുവാണല്ലോ. അല്ല അച്ഛാ അമ്മയ്ക്ക് എന്താ ഉറക്കത്തിൽ നടക്കുന്ന വല്ല വ്യാധിയുണ്ടോ? ഇത്ര നേരത്തെ എണീത് കാണാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുമ്പോൾ ആടാ ഞാനും അതിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ആശ്ചര്യം തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിലിപ്പോ ആശ്ചര്യപ്പെടാനൊക്കെ എന്തിരിക്കുന്നു? ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പോവാന്നുള്ള കാര്യം പറയുമ്പോൾ നീ എഴുന്നേക്കുന്നത് തന്നെ 9 മണിക്കാണ്, എന്നിട്ട് ഇപ്പൊ നേരത്തെ എഴുന്നേറ്റിട്ട് നീ പോകുന്നു പറയുന്നു. ഞാൻ ബാമയെ കാണാൻ വേണ്ടി പോവാന്ന് പറയുമ്പോൾ ഇത്ര നേരത്തെ ഒന്ന് ചോദിക്കുന്നുണ്ട് രവി. ബാമയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് അവളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാന്നുള്ള കാര്യം പറയാണ്. അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ ശ്രുതിയും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സംസാരം കേൾക്കുമ്പോൾ ബാമാന്റിന്റെ കൂടെ ആന്റി ഏതോ ഫംഗ്ഷന് പോവാണ്, അതിന് വേണ്ടിയിട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രുതി വരുന്നെന്നുള്ള കാര്യമുള്ള ശ്രുതി എന്റെ അടുത്ത് പറഞ്ഞെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പെട്ടല്ലോ, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞ ശരി തന്നെയാണ്, ഫംഗ്ഷന് പോകാനുണ്ട്, പക്ഷെ അതിനു മുമ്പാണ് അവർക്ക് സുഖമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അപ്പൊ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ള കാര്യം വിചാരിച്ചു എന്ന് പറയണേ. അതിന് വേണ്ടിയിട്ട് 6:30 പോവാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് 10 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ?
സമയം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാല് ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആർക്ക് എന്നുള്ള കാര്യം സച്ചി വെക്കുന്നുണ്ട്. ബാമയ്ക്ക് അവക്ക് വയ്യാണ്ടായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ നോക്കാൻ വേണ്ടിയിട്ട് ആരാ ഉള്ളത്? അവള് തനിയല്ലേ താമസിക്കുന്നത്? നീ ഇടയ്ക്കിടയ്ക്ക് ബാമയെ കാണാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അവള് തനിയല്ലേ ഉള്ളത്? അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാണ്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ പോയിട്ട് അവളെ കെയർ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. എന്തിനാ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇത്രയും വിചാരണയൊക്കെ നടത്തുന്നത്? വാ സുധി നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ അല്ല ഇവനും വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാണേ. അവിടെ എനിക്ക് ഡീലറിനെ കാണാൻ വേണ്ടി പോകാനുണ്ടെന്നുള്ള കാര്യം സുധി പറയുന്ന സമയത്ത് ഇത്രയും നേരത്തെയോ? 10 മണിയാവാതെ നീ കട തുറക്കില്ലല്ലോ. ഈ സമയം എന്നൊക്കെ പറയുന്നത് നിനക്ക് പാദയാത്രയല്ലേ? ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോകാതിരിക്കോ? പിന്നെ ബാമാൻഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള കാര്യം ചോദിക്കണേ. അതിന് മാത്രം ബാമാൻഡിക്ക് എന്താ കുഴപ്പമെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ പനിയാണ് എന്നുള്ള കാര്യം സുധിയും അതുപോലെ വയറുവേദനയാണെന്നുള്ള കാര്യം ചന്ദ്രയും പറയാണേ. അങ്ങനെ രണ്ടുപേരും വേറെ വേറെ പറയുമ്പോൾ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ രവി. പക്ഷെ സച്ചി ചോദിക്കുന്നുണ്ട് രണ്ടിലും ഏതാണെന്നുള്ള കാര്യം. അപ്പൊ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഫീവറിനും അതുപോലെ ചന്ദ്ര പറഞ്ഞ വയറുവേദന എന്നുള്ള കാര്യം പറയാണേ. നിങ്ങൾ രണ്ടുപേരും എന്താ മാറ്റി മാറ്റി പറയുന്ന കാര്യം ചോദിക്കുമ്പോ അവക്ക് വയറുവേദനയും അതുപോലെ തന്നെ പനിയും ഉണ്ട്, അതുകൊണ്ടാണ് രണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. എന്തായാലും വാ സുധി നമുക്ക് പോയെന്ന് പറഞ്ഞ് പിടിച്ചിട്ട് പോകുമ്പോഴേക്കും ഇത്രയും രാവിലെ പോവല്ലേ, പോയിട്ട് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയെന്ന് പറയുന്നുണ്ട്. പൂജാമുറിയുടെ കാര്യം കേൾക്കുമ്പോഴത്തേക്കും രണ്ടുപേർക്കും ഭയമാവുന്നുണ്ട്. അതൊന്നും വേണ്ട, സമയം പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞ് പോകുമ്പോഴേക്കും പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ചന്ദ്ര എത്ര സമയം വേണം, പോയി പ്രാർത്ഥിച്ചിട്ട് പോയോ എന്നുള്ള കാര്യം രവി പറയുമ്പോ ഒരു മുഷ്ടിലോട് കൂടിയിട്ടാണ് കേട്ടോ ചന്ദ്ര പൂജാമുറിയിലേക്ക് പോകുന്നത്. പൂജാമുറിയിലേക്ക് കയറുന്ന ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ അതിന് ചുറ്റും ഒരു വളയം പോലെ ഇങ്ങനെ ഒരു ശക്തി ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ചുറ്റുന്നത് പോലെയൊക്കെ തോന്നുവാണ്. അങ്ങനെ പൂജാമുറിയുടെ ഉള്ളിൽ കയറാതെ അതൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തൊഴാം. എന്തായാലും പെട്ടെന്ന് 7 മണിക്ക് മുമ്പ് തന്നെ അവിടെ എത്തണം എന്നുള്ള കാര്യം പറയുമ്പോൾ അതെന്താ 7 മണി എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോയിന്റ്മെന്റ് അപ്പോഴാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നുണ്ട് കേട്ടോ. ഒരു വിധത്തില് അത് അവർ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്കല്ലേ ഏതോ ക്ലയൻസിനെ കാണാൻ വേണ്ടി പോകണമെന്ന് നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ നിനക്ക് റെഡി ആയിട്ട് അവരുടെ കൂടെ പോയിക്കൂടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനും വരാന്നുള്ള കാര്യം പറഞ്ഞു. അവർക്ക് വേഗം പോകണം എന്നുള്ള കാര്യം പറഞ്ഞു, അതുകൊണ്ട് അങ്കിൾ ഞാൻ ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറയാണേ. അവര് പോയി കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ പോകുന്നുണ്ട്, ബാമയ്ക്ക് എന്താണാവോ എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛന് ചായ എടുക്കട്ടെ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം എന്നുള്ള കാര്യം പറഞ്ഞ് റൂമിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് സച്ചി ഇങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചാരി നിൽക്കുമ്പോൾ പാവല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആര് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് സച്ചി. ബാമാൻറ്റി അവർക്ക് ഒന്നും ആവില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ പറഞ്ഞില്ല അവർക്ക് ശരീരത്തിന് സുഖമില്ല എന്നുള്ള കാര്യം, അതൊന്നും ആവില്ല, നമ്മൾ വെച്ചിരിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ അത് പണി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് രണ്ടും രാവിലെ തന്നെ എണീറ്റിട്ട് എവിടെയോ പോകുന്നത്. ഓ ആയിരിക്കുമല്ലേ, അത് ശരിയാ. കാരണം വെച്ചാൽ ശ്രുതിയെ കൂട്ടാതെ എവിടെയും നിങ്ങളുടെ ഏട്ടൻ പോവാറില്ലല്ലോ. ഇപ്പൊ അവളടുത്ത് വരണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എവിടെയോ പോവാ എന്നുള്ള കാര്യം പറയണേ. എവിടെ ആയിരിക്കും പോയെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അത് എവിടെയോ പോയെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഉടനെ അധികം വൈകാതെ പിടിക്കപ്പെടും എന്നുള്ള